സുഗ്രീവനായ യുദ്ധം നടന്നത് ഏറ്റം ചുരുക്കി ഞാൻ കൊല്ലിടുന്നേൻ. മായാവി എന്നുവർ ചൊല്ലും മഹാസുരൻ ബാലിയെ യുദ്ധത്തിനായി വിളിച്ചു. യുദ്ധത്തിനായി വിളിച്ചതു കേട്ടപ്പോൾ ക്രുദ്ധനാം ബാലി അലറിച്ചെന്നു. അഗ്രജൻ പോയതു കണ്ടു സുഗ്രീവനും വ്യഗ്രതയോടങ്ങു പിന്നാലെ പോയി. രണ്ടുപേർ ഓടി അടുക്കുന്ന കണ്ടപ്പോൾ മായാവി തല്ലൊന്നങ്ങ് അമ്പരന്നു. പേടിച്ചു കൊണ്ടങ്ങു ഓടി മഹാസുരൻ ചാടിയോടി ബാലി പിന്നാലയം. രക്ഷയില്ലെന്നതു കണ്ടു മഹാസുരൻ ചങ്കുകയ്ക്കുള്ളിൽ ഭയം തേടി. പിന്നാലെ ബാലിയും ചെന്നു ഗുഹയ്ക്കുള്ളിൽ തൽക്ഷണം മായാവി തന്നെ വന്നു. പോകുന്ന നേരത്തു ചൊല്ലി അനുജ നീ കാക്കണം ഞാൻ വരും നേരം വരെ. ചേട്ടൻ വരുന്നതും കാത്തുകൊണ്ടങ്ങനെ സുഗ്രീവൻ അസ്വസ്ഥനായിരുന്നു. കേട്ടു ഭയങ്കരമായോരലർച്ചയും കൂടെ ഒഴുകി പുഴ പോലെ ചോരയും. ചേട്ടൻ മരിച്ചെന്നുറച്ചു സുഗ്രീവനും നന്നായി കല്ലിട്ടടച്ചു പോന്നു. ബാലി മരിച്ചതിൽ വേദനാവുണ്ടൊരു ശോകഭാരത്തോടെ നാട്ടിലെത്തി. രാജനില്ലാത്ത കുറവു നികത്തുവാൻ നാട്ടിലെ ആളുകൾ നിർബന്ധിച്ചു. രാജാഭിഷേകം കഴിഞ്ഞു സുഗ്രീവനും സിംഹാസനത്തിൽ കയറിയിരുന്നു. അന്നേരം ക്രുദ്ധനായി വന്നിതു ബാലിയും സുഗ്രീവൻ തന്നോട് യുദ്ധത്തിനായി. യുദ്ധത്തിനായി വിളിച്ചതു കേട്ടപ്പോ ക്രുദ്ധനായി ചെന്നിതു ബാലിയപ്പോൾ